കൂടാര പെരുന്നാളിന് ശേഷം വന്നതായ ഒന്നാം ഞായറാഴ്ചയായിരുന്നു. അന്ന് വായിച്ചു കേട്ട ഏവെങ്കിലും ഭാഗമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 21-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ രണ്ട് പുത്രന്മാരുടെ ഉപമ. അവിടെ നാം സാധാരണഗതിയിൽ ആദ്യത്തെ മോനോട് പറയുന്നു, മോനെ നീ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ പോവുക. അവൻ എന്താ ചെയ്തു? അവൻ പോകില്ല എന്ന് പറഞ്ഞു, പിന്നീട് പശ്ചാത്തപിച്ച് പോയി. രണ്ടാമത്തെ മകൻ പോകാം അപ്പ എന്ന് പറഞ്ഞു, പക്ഷെ പോയില്ല. ബേസിക് ആയിട്ട് ഈ ഒരു വേദഭാഗം ധ്യാനിക്കുമ്പോൾ പറയുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്നുള്ളതാണ്. ഗബ്രിയേൽ ദൂതൻ സദ്വാർത്ത അറിയിക്കുമ്പോൾ എന്താണ് മറുപടിയായിട്ട് ഏറ്റവും അവസാനം അമ്മ പറയുന്നത്? ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ഐ ആം യുവർ സെർവന്റ് എന്നാ പറയുന്നത്. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. നിങ്ങൾ മനസ്സിലാക്കണം, തൊട്ടടുത്ത നിമിഷം എന്താ അമ്മ ചെയ്തത്? അമ്മ എന്താ ചെയ്തത്? മറിയം എഴുന്നേറ്റ് വലനാട്ടിൽ ആരെ കാണാൻ പോയി? എലിസബത്ത്. കാരണം സദ്വാർത്ത അറിയിച്ചപ്പോൾ നിന്റെ ചാർച്ചക്കാരിയായ വാർദ്ധക്യത്തിലുള്ള എലിസബത്ത് ഗർഭം ധരിച്ച് 6-ാം മാസമാണ്. മച്ചി എന്ന് വിളിച്ച് വന്നവൾക്ക് ഇത് 6-ാം മാസം എന്ന് പറയുന്നുണ്ട്, അല്ലേ? അപ്പോ പോകാൻ പറയുന്നുണ്ടോ? അങ്ങോട്ട് പോകാൻ പറയുന്നുണ്ടോ? എലിസബത്ത് ഗർഭിണിയാന്ന് പറഞ്ഞു, പക്ഷെ അങ്ങോട്ടേക്ക് ചെല്ലാൻ പറയുന്നുണ്ടോ? ഇല്ല. പറയാതെ അറിഞ്ഞു ചെയ്തവളാ കേട്ടോ അമ്മ. അമ്മ. ഈ അപ്പനും അമ്മയൊക്കെ പുറത്തു പോയ അവസ്ഥയില് തുണി കഴുകിയിട്ടിട്ടുണ്ട്, അയയിൽ വിരിച്ചിട്ടുണ്ട്. ആ സമയത്ത് മഴ പെയ്തു. അപ്പോ അപ്പൻ മോനെ വിളിച്ചു പറഞ്ഞു, അല്ലെങ്കിൽ മോളെ വിളിച്ചു പറഞ്ഞു, മോനെ മഴ വരുന്നു, തുണി പുറത്ത് വിരിച്ചിട്ടിട്ടുണ്ട്. തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ആ തുണി അവിടെ തന്നെ ഉണ്ട്, നനഞ്ഞു പോയിട്ടുണ്ട്. എന്താ കാര്യം? മഴയാണെന്ന് പറഞ്ഞു, വിരിച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു, എന്ത് പറഞ്ഞില്ല? അത് എടുക്കണമെന്ന് പറഞ്ഞില്ല. സാമാന്യ ബോധം നഷ്ടപ്പെട്ട എന്തോ ചെയ്യും? എടുക്കണമെന്ന് പറഞ്ഞില്ല. അതുപോലെ എലിസബത്ത് ഗർഭിണിയാന്നൊക്കെ പറഞ്ഞു, അവൾ അങ്ങോട്ട് പോകാൻ പറഞ്ഞോ? ഇല്ല. അതാണ് പറയാതെ അറിഞ്ഞു ചെയ്യുന്ന അമ്മ. ഈ വാക്കും പ്രവൃത്തിയും നമ്മൾ അന്തരം കുറയ്ക്കാൻ ഞാൻ പറഞ്ഞത്, പറഞ്ഞ ഉടനെ ഇതാ ഞാൻ കർത്താവിനെ ദാസി എന്ന് പറഞ്ഞിട്ട് അമ്മ എഴുന്നേറ്റ് വലനാട്ടിൽ യേശുവിനെ കാണാൻ പോവാ. ഏതാണ്ട് 100 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്, 100-ലധികം കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്.